ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ മാജിക് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു രസം ഉണ്ടാക്കിയാലോ? ഒരുപാട് നാളുകളായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് ഒരു വിശേഷം പറയാനോ അല്ലെങ്കിൽ കുക്കിങ്ങിന്റെ കാര്യമായിട്ടോ ഒക്കെ വന്നിട്ട് കുറേ നാളുകളായി. റംസാന് മുമ്പോ മറ്റാണെന്ന് തോന്നുന്നു ഞാൻ ഇതുപോലെ വന്ന് നിങ്ങൾക്ക് മുന്നിൽ പാചകം പരിചയപ്പെടുത്തിയത്. ഏതായാലും വീണ്ടും നമുക്ക് റംസാനൊക്കെ കഴിഞ്ഞു, എല്ലാം റിലാക്സ് ആയി നമുക്ക് വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ ഘട്ടത്തിലേക്കും കടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ കൂടി ഇപ്പോഴത്തെ ഈ കൊറോണ സിറ്റുവേഷൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്നാലും ഇതെല്ലാം തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഐറ്റംസ് ഒക്കെ നമ്മുടെ ആഹാരത്തിൽ ധാരാളമായിട്ട് കൂട്ടണം എന്ന് ഈ കൊറോണ സിറ്റുവേഷൻ കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിഭവം എന്ന് പറയുന്നത് രസമാണ്. രസം ഒഴിച്ചു കൂട്ടാനാണ്. സത്യത്തിൽ ഇതിന് ഒരുപാട് ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി തുടങ്ങി കുരുമുളക് തുടങ്ങി നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് അടങ്ങുന്നതാണ്. നമുക്കിന്നൊന്ന് നോക്കാം എങ്ങനെയാണ് രസം ഉണ്ടാക്കുന്നത് പരിപ്പ് ചേർത്തിട്ട്. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് പോവാം. ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പരിപ്പാണ്. കുരുമുളക്, പെരുംജീരകം, നല്ല ജീരകം കുറച്ച് വേണം കേട്ടോ, അത് താളിക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഇത് ഉലുവ പൊടിച്ചതാണ്. മുളക് പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കായം, മല്ലിയില, തക്കാളി, പിന്നെ ഇതിൽ നിന്ന് ഒരു കഷ്ണം നമ്മൾ ഇഞ്ചി എടുക്കും, വെളുത്തുള്ളി ഒരു 6 അല്ലി, പിന്നെ നമ്മൾ വാളൻപുളിയാണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. വാളൻപുളി വെള്ളത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് വെക്കാം. ആദ്യം തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, പരിപ്പ് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ വാളൻപുളി ഇവിടെ ഇരുന്നിട്ട് ഒന്ന് കുതിർന്ന് വരട്ടെ. അപ്പോൾ നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം. പരിപ്പ് വെള്ളത്തിലൊന്നും ഇട്ട് വെക്കണ്ട, അപ്പം തന്നെ കഴുകി അങ്ങ് കുക്കറിലിട്ട് നല്ലപോലെ വേവിച്ചെടുത്താൽ മതി. ഒരുപാട് ഉടഞ്ഞ പരിപ്പ് വെന്ത് കിട്ടുകയും വേണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. വെള്ളത്തിൻ്റെ അളവ് കുറച്ച് അധികം വയ്ക്കണം കേട്ടോ, കാരണം ഈ പരിപ്പ് വെന്ത വെള്ളത്തിലാണ് നമ്മൾ രസം ഉണ്ടാക്കുന്നത്. പിന്നെ പരിപ്പ് നമ്മൾ കുക്കറിലൊക്കെ വേവിക്കുമ്പോൾ അധികം പതഞ്ഞ് തൂവി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ മതി. 1 ടേബിൾ സ്പൂൺ അളവിൽ മതി കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ പരിപ്പൊക്കെ ഇങ്ങനെ പതഞ്ഞ് കുക്കറിലൂടെ പോയി അടുപ്പ് വൃത്തികേടാകുന്നൊരവസ്ഥയുണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റും. അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നന്നാക്കി എടുക്കാം. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മതി കേട്ടോ, അത്ര ഇഞ്ചി വേണ്ട. വെളുത്തുള്ളി, നല്ല ജീരകം 1/2 ടീസ്പൂൺ അളവിൽ, പിന്നെ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന പെരുംജീരകം, കുരുമുളക്. നമ്മുടെ കുക്കർ നേരെ വരുന്നുണ്ട് കേട്ടോ, കണ്ടോ, അധികം പതഞ്ഞു പോവാതെ താഴേക്കൊന്നും വീഴുന്നില്ല. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചേർത്തൊന്ന് ചതച്ചെടുക്കാം. ഞാനൊന്ന് ചതച്ചിട്ട് വരട്ടെ കേട്ടോ. നമ്മുടെ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. അത് അധികം പതഞ്ഞ് തൂവിയൊന്നും പോയിട്ടില്ല, കണ്ടോ. ഏറെ വരുമ്പോൾ അറിയാൻ പറ്റും. സാധാരണ ഗതിയിലെല്ലാം പതഞ്ഞ് തൂവി അടുപ്പൊക്കെ വൃത്തികേടായി പിന്നെ ഒരു മണിക്കൂർ നേരത്തെ പണിയായിരിക്കും അടുപ്പ് വൃത്തിയാക്കൽ. അപ്പോൾ ഏതായാലും നമ്മുടെ പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്, കണ്ടോ. അധികം നമുക്ക് പരിപ്പ് വെന്തുടഞ്ഞ് പോവണ്ട. ഈ വെള്ളം നമുക്കൊന്ന് അരിച്ചെടുക്കാം.
കണ്ടോ, പരിപ്പെന്ന് നമ്മൾ വെള്ളം മാത്രം അരിച്ചെടുത്തു. ഈ പരിപ്പ് നമുക്ക് കളയൊന്നും വേണ്ട കേട്ടോ, മറ്റെന്തെങ്കിലും ചീരയോ ചേർത്ത് ഒലത്തി എടുക്കാവുന്നതാണ്, തോരൻ വെച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ പരിപ്പ് അരിച്ചെടുത്ത വെള്ളം മാത്രം നമുക്ക് രസം ഉണ്ടാക്കാൻ മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാനിവിടെ രസം ഉണ്ടാക്കുന്നത് ചട്ടിക്കകത്താണ് കേട്ടോ. ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചു, നല്ലപോലെ ചൂടാവട്ടെ. രസം അതുപോലുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ, എന്തൊരു കറിയാണെങ്കിലും. നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി വരട്ടെ. കടുകെല്ലാം പൊട്ടി വരുന്നുണ്ടേ. കടുക് നല്ലപോലെ പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കൊരു തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില മസ്റ്റാണ്. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കൊലമുളക് എന്ന് പറയില്ലേ, ഇവിടെ ഞാൻ ഉണ്ടമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ജീരകം, കരിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് നല്ലപോലെ മൊരിയിച്ചെടുക്കാം. വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായി അത് പച്ചമണമൊക്കെ മാറി മൊരിഞ്ഞു വരട്ടെ കേട്ടോ. രസമൊക്കെ എപ്പോഴും നമ്മൾ ഒരു ഒഴിച്ചുകൂട്ടാൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കുടിക്കുകയും ചെയ്യാം, ചോറിലൊഴിച്ച് നമുക്ക് ചോറുണ്ണയും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉലുവപ്പൊടിയാണ് കേട്ടോ. ഉലുവ ഒന്ന് ചൂടാക്കി പൊടിച്ചു വെച്ചതാണ്. ഉലുവപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്കിവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അളവ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീണ്ടും അളവ് പറയാത്തത്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. മസാലക്കുത്ത് മണമൊക്കെ മാറി നന്നായി ഒന്നൊരു നല്ല സ്മെല്ല് വരുന്ന സമയത്ത് നമ്മളിവിടെ പുളി ആദ്യമേ എടുത്ത് വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി പിഴിഞ്ഞ് പുളിയുടെ പിശറൊക്കെ മാറ്റിയെടുത്ത പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പിൻ്റെ വെള്ളം, അതായത് അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ പരിപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി സ്ലൈസായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് ഒരു 4 പിഞ്ച് അളവിൽ കായം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കായപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുഴുവൻ കായം കിട്ടുന്നവരാണെങ്കിൽ അതൊന്ന് വറുത്ത് പൊടിച്ചിട്ടാൽ നല്ല സ്വാദായിരിക്കും. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ തിളപ്പിക്കാം. അധികം തിളച്ച് തൂവി പോവാതെ നോക്കണം, കാരണം പുളിവെള്ളമൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് പരിപ്പൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തിളച്ച് തൂവി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഒന്ന് നൊര വരുമ്പോഴേക്കും നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യണം കേട്ടോ. കാരണം ചട്ടിയിൽ നമ്മൾ എന്ത് പാചകം ചെയ്യുമ്പോഴും ചട്ടിക്ക് ഒരു നല്ല ചൂട് പിടിക്കും. അപ്പോൾ ഈ തിളച്ച് വരുന്നത് നമ്മൾ അപ്പം തന്നെ ഓഫ് ചെയ്തില്ലെങ്കിൽ തിളച്ച് തൂവി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ചട്ടിയുടെ ചൂടും കൂടി അതിലേക്ക് കയറുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ തിളച്ച് വന്നപ്പോഴേക്കും നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തു. ഓഫ് ചെയ്ത ശേഷം നമ്മൾ മല്ലിയില ചേർത്ത് കൊടുത്തു. മല്ലിയില ഉണ്ടെങ്കിൽ ചേർക്കുക. രസത്തിൽ എപ്പോഴും മല്ലിയില ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്. മല്ലിയിലയും ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. കണ്ടോ, നല്ല ചൂടോടുകൂടി തന്നെ ചോറിന് ഒഴിച്ചുകൂട്ടാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് കുടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലാവർക്കും നന്മ മാത്രമേ ഉണ്ടാവട്ടെ. പ്രാർത്ഥനകൾ എന്നും കൂടെയുണ്ട്. താങ്ക് യു വെരി മച്ച്.